മുനമ്പത്തെ ഭൂമി വഖഫ് സ്വത്തായി പ്രഖ്യാപിച്ച വഖഫ് ബോർഡ് നടപടി ചോദ്യം ചെയ്ത് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ നൽകിയ ഹർജിയിൽ ഇന്ന് വാദം തുടങ്ങി. വിലയിരുത്തിന അല്ലേ? അപ്പൊ ഇന്ന് വഖഫ് ട്രിബ്യൂണലിൽ കേസ് പരിഗണിക്കും. ദീപക് തർപ്പണം ചെയ്തു. ദീപക്, ഈ മുനമ്പത്ത് ഒരു രാഷ്ട്രീയം പ്രത്യേക രാഷ്ട്രീയ പശ്ചാത്തലം അവിടെ ഉണ്ട്. ഈ ഹർജികൾക്ക് നിർണായകമാണ്. എപ്പോൾ പ്രതീക്ഷിക്കണം, എന്ത് പ്രതീക്ഷിക്കണം ദീപക്? SKN ഈ മുനമ്പത്തെ വഖഫ് ഭൂമിയായി പ്രഖ്യാപിച്ചു. അതിന് എതിരെയുള്ള ഹർജി ഇന്നിപ്പം വഖഫ് ബോർഡിൽ ഇന്ന് പരിഗണിക്കാൻ പോവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വഖഫ് ട്രിബ്യൂണലിൽ ഈ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ ഹർജിയിൽ ഇന്ന് വാദം തുടങ്ങിയേക്കുമെന്നുള്ളതാണ്. അതായത് ഈ ഭൂമി വഖഫ് ഭൂമിയാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് മുനമ്പത്തെ നിവാസികളുടെ ഹർജി ഒരു ഭാഗത്ത് കിടക്കുന്നു. ഈ ഹർജി കഴിഞ്ഞ ദിവസം തീർപ്പ് കൽപ്പിച്ചു. ഹർജി ഈ കക്ഷി ചേരാൻ വേണ്ടിയുള്ള ഹർജി അംഗീകരിച്ചു. സ്വാഭാവികമായും ഇപ്പോൾ മുനമ്പം നിവാസികളും ഈ വഖഫ് ഭൂമി എന്നുള്ള നിലയിലുള്ള തർക്കത്തിലെ ഒരു പരിഹാരമായി ട്രിബ്യൂണലിലേക്ക് അതിൻ്റെ ചർച്ചയിലേക്ക് പോവുകയാണ്. ട്രിബ്യൂണൽ അത് കേസ് പരിഗണിക്കാൻ പോവുകയാണ്. മറ്റൊരു കാര്യം, നിലവിൽ 10 പേരാണ് ഈ കേസിൽ കക്ഷി ചേർന്നിരിക്കുന്നത്. 2 പേരുടെ ഹർജികൾ നേരത്തെ തള്ളുകയും ചെയ്തിരുന്നു. ആ ഹർജി, അതായത് അവർ കക്ഷി ചേരാൻ വേണ്ടിയുള്ള ഹർജി ഈ കേസിൽ തള്ളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസിൽ കക്ഷി ചേരാൻ വേണ്ടിയാണ് ഇപ്പോൾ ഓരോ പക്ഷവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും മുനമ്പം നിവാസികൾ ഇതിലെ ഒരു വിക്ടിംസ് എന്നുള്ള നിലയിൽ അവരുടെ ഹർജി ഇന്നലെ പരിഗണിച്ചു, അവരെ കക്ഷി ചേർത്തു. പക്ഷേ എന്നാൽ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ വാദത്തിൽ ഇന്ന് ആ ഹർജിയിൽ ഇന്ന് വാദം കേൾക്കുമോ എന്നുള്ളതാണ് കാത്തിരിക്കുന്നത്. വളരെ വലിയ പ്രാധാന്യമുള്ളൊരു കേസ് കൂടിയാണിത്. കാരണം നിരവധി പേർ കുടിയൊഴിപ്പിക്കപ്പെടുമോ എന്ന ആശങ്കയിൽ നിൽക്കുന്ന ഒരു ഭാഗം, മറ്റൊന്ന് വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള മറുവാദം. ഈ വാദത്തിലാണ് ഇന്ന് വഖഫ് ട്രിബ്യൂണൽ കോഴിക്കോട് വാദം തുടങ്ങാൻ പോകുന്നു എന്നുള്ള ഇന്ന് തുടങ്ങിയേക്കും എന്നുള്ള സൂചനകൾ ലഭിക്കുന്നത്. SKN ഹാഷ്മി.